ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലാർtkassi. ഇന്ന് നമുക്ക് നെറ്റിപ്പട്ടം ഡെക്കറേഷൻ നെറ്റിപ്പട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ക്രാഫ്റ്റ് ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ തൃശ്ശൂർ ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട് പുത്തൻപള്ളിയുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഏത് മെഷർമെൻറ്റിലുള്ള നെറ്റിപ്പട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ നമുക്ക് ഒരു കിറ്റ് പോലെ അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം അവർ തരും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വെൽവെറ്റ് തുണിയും കുറച്ച് ആക്സസറീസ്, അതുപോലെ വുള്ളൻ ത്രെഡ്, അതുപോലെ വേറൊരു തിക്കായിട്ടുള്ള ത്രെഡ്, പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം കൂടി വാങ്ങണം, ഗോൾഡൻ ത്രെഡ്, പിന്നെ ഗമ്മ് നമുക്ക് കിറ്റിൽ തന്നെ അവർ വെച്ച് തരും. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നെറ്റിപ്പട്ടത്തിലേക്ക് വേണ്ടത്. അത് ആ കിറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഗോൾഡൻ റിബൺ ഞാൻ കാണിച്ചു തരാം, അതുപോലത്തെ ഗോൾഡൻ റിബണും വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് മെഷർമെൻറ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് പഴയ ന്യൂസ് പേപ്പർ 2 ഷീറ്റായിട്ടുള്ളതാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് 14 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ നെറ്റിപ്പട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നീളവും നമുക്ക് മാർക്ക് ചെയ്യണം. 16 ഇഞ്ച് നീളമാണ് എടുക്കുന്നത്. ഡെക്കറേഷൻ നെറ്റിപ്പട്ട ആയതുകൊണ്ട് പല ഷേപ്പിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഷേപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് താഴേക്ക് ജോയിൻ ചെയ്ത് താഴെ ഒന്ന് കർവ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് തുറക്കുമ്പോൾ ഇരിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ്. ഇനി ഞാനൊരു ക്യാൻവാസ് ഷീറ്റാണ് എടുക്കുന്നത്. ഇങ്ങനെ തിക്കായിട്ടുള്ള എന്ത് ഷീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ക്യാൻവാസ് ഷീറ്റ് ആകുമ്പോൾ ഒട്ടിയിരിക്കാനും ഒരു സ്റ്റിഫ്നെസ്സിനൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ ക്യാൻവാസ് ഷീറ്റിൽ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഷീറ്റ് എന്ന് പറഞ്ഞത് വരയ്ക്കുന്ന ക്യാൻവാസ് ഷീറ്റ് അല്ല, തയ്ക്കാൻ ഉപയോഗിക്കുന്ന ക്യാൻവാസ് ഷീറ്റാണ്. ഇതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന വെൽവെറ്റ് തുണിയിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഈ വെൽവെറ്റ് തുണി റെഡാണ് ഇപ്പം ഞാൻ വാങ്ങിയിരിക്കുന്നത്. പല കളറിൽ അവൈലബിൾ ആണ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെയൊക്കെ. അപ്പോൾ ബ്ലൂ ഒക്കെ കൂടുതൽ സിൽവർ കളർ നെറ്റിപ്പട്ടം ചെയ്യാനായിട്ടാണ് കൂടുതൽ ഭംഗി കിട്ടുക. റെഡ് തന്നെയാണ് എപ്പോഴും ട്രഡീഷണലിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് വീതിക്ക് പുറത്തോട്ട് ഒന്നും കൂടി നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ മുകളിലേക്ക് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. 2 ഷീറ്റ് പോലെയാണ്, അതായത് നമുക്ക് 2 വെൽവെറ്റിൻ്റെ പീസസ് കിട്ടും. അത് അങ്ങനെ രീതിയിലാണ് ഞാനിത് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിലെ ആ ഒരു വെൽവെറ്റിൻ്റെ തുണി കറക്റ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ ആ ക്യാൻവാസ് എങ്ങനെയാണോ മെഷർ ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. മുകളിലുള്ള 4 ഇഞ്ച് അവിടെ കട്ട് ചെയ്യരുത്. അത് എക്സ്ട്രാ ആയിട്ട് ഫ്രണ്ടിലത്തെ പീസിൽ കൂടുതലായിട്ട് വേണം. അത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി കട്ട് ചെയ്തിട്ടുള്ള 2 വെൽവെറ്റിൻ്റെ പീസസ് എടുക്കുക. അതിൽ 1 ഇഞ്ച് മാത്രം കൂട്ടി ക്യാൻവാസ് ഷീറ്റിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ആ ചെറിയ പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഗമ്മ് ഈവൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാർഡ് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് ചെയ്തതിന് ശേഷം ഈ ചെറിയ പീസ് വലിയ വെൽവെറ്റിൻ്റെ പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ സൈഡിലൊന്നും ഗമ്മ് ഉണ്ടാവില്ല, അപ്പോൾ അവിടെയും കൂടി ഗമ്മ് വെച്ചിട്ട് അതും സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഈ മുകളിൽ 4 ഇഞ്ചും അതുപോലെ വീതി 14 ഇഞ്ചും വരുന്ന രീതിയിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. അതായത് നെറ്റിപ്പട്ടത്തിൻ്റെ വീതിയും നീളം ആ മുകളിൽ കട്ട് ചെയ്ത ആ പീസിൻ്റെ വീതിയും വേണം. ഇപ്പോൾ ബേസൊക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സസറീസ് ഒട്ടിച്ചു കൊടുക്കാം. ആക്സസറീസിൽ ആദ്യം ഞാൻ എടുക്കുന്നത് മീഡിയം സൈസിലുള്ള ഹാഫ് ബോൾസ് ആണ്. ഈ ബോൾ നമുക്ക് ഈ ഒരു സ്റ്റെൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ബോർഡർ ആദ്യമേ മാർക്ക് ചെയ്ത മെയിൻ ബോർഡറിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതായത് ആ 1 ഇഞ്ച് വിട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി വയ്ക്കാൻ പോണത് മെയിനായിട്ടുള്ള ആക്സസറീസാണ്. ഇത് നമുക്ക് കറക്റ്റ് പ്ലേസിൽ തന്നെ വെക്കണം. ഇതിന് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. ആദ്യമായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നത് ത്രിമൂർത്തികളാണ്. അതിനുശേഷം മൂലഗണപതിനെയാണ് നമ്മൾ ഏറ്റവും താഴെ കോർണറിൽ വെക്കുന്നത്. പിന്നെ വലിയ ബോൾസ് ഉള്ളത് ലക്ഷ്മിയും പാർവതിയുമാണ്. മുകളിലുള്ളത് ഭൂതഗണങ്ങളും സൈഡിലുള്ളത് നവഗ്രഹങ്ങളുമാണ്. ഇപ്പം ഞാൻ 5 എണ്ണം വെച്ചിട്ടുള്ളൂ. ഒരു 4 എണ്ണം ചെറിയ ബോൾസും വെച്ചിട്ട് അങ്ങനെ 9 എണ്ണമാക്കിയിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ചന്ദ്രക്കല ഷേപ്പിലുള്ളത് ചന്ദ്രക്കല തന്നെയാണ്. ഇതൊക്കെ ഇതേ പ്ലേസിൽ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി ഉള്ള സ്പേസ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ഫില്ല് ചെയ്യാം.
അതായത് ഏറ്റവും ചെറിയ ഫില്ലിംഗ് ബോൾസ് ഉണ്ട്, അത് വെച്ചിട്ടും അതുപോലെ തന്നെ നീളത്തിൽ വേറൊരു ബീഡും കൂടി അവൈലബിൾ ഉണ്ട്. അത് വെച്ചിട്ടും നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ അതിൽ ഭംഗിയാക്കി എടുക്കാം. അപ്പം ഞാനത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ വുള്ളൻ ത്രെഡ് കെട്ടാനുള്ള ത്രെഡ് നമുക്ക് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു മെഷർമെൻറ്റ് എടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് മുകളിൽ കാർഡ്ബോർഡ് പീസ് വെച്ചില്ല, അവിടെ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഹോളിലൂടെ എടുത്തിട്ട് ഒരു ഹോൾഡിങ് ത്രെഡ് അവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിന് ഗോൾഡൻ റിബൺ വാങ്ങിച്ചില്ലേ, ആ ഒരു റിബൺ വെച്ചിട്ട് നമുക്ക് മുകളിൽ കാർഡ്ബോർഡ് വെച്ച സ്ഥലത്ത് ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുളൻ ത്രെഡ് കെട്ടിയെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ആ നേരത്തെ മെഷർ ചെയ്ത് വെച്ച ആ ത്രെഡ് ഞാൻ 2 ചെയറിലായിട്ട് കെട്ടി കൊടുത്ത ചെയർ തന്നെ ഉപയോഗിക്കണം എന്നില്ല, ഏതെങ്കിലും ഒരു ഹോൾഡറിൽ ഇങ്ങനെ കെട്ടി അഴ കെട്ടുന്ന പോലെ കെട്ടി വയ്ക്കുക. എന്നിട്ട് വേണം വുളൻ ത്രെഡ് കെട്ടി തുടങ്ങാനായിട്ട്. ത്രെഡ് കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു കാർഡിന് ചുറ്റും 20 ടൈംസ് ഇങ്ങനെ കെട്ടി കൊടുത്തതിന് ശേഷം അത് ഉള്ളിലേക്ക് എടുത്ത് ഈ വലിയ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് കെട്ടിടാണ് ചെയ്യുന്നത്. മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ മിഡിലിൽ ഏത് കളർ കൊടുക്കണം, നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും അവിടെ കൊടുക്കാം. അപ്പം ഞാനിവിടെ റെഡാണ് കൊടുക്കാൻ പോകണം. വുള്ളൻ ത്രെഡ് നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ എടുക്കാം. 2 കളേഴ്സ് യൂസ് ചെയ്യാം. ഡെക്കറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് നിയമങ്ങളൊന്നുമില്ല. 5 പീസസ് ഇതുപോലെ സെയിം കളറിലുള്ളത് ഉണ്ടാക്കിയതിന് ശേഷം കെട്ടും. അതിനുശേഷം അടുത്ത കളേഴ്സ് സെയിം കളേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കെട്ടും. അങ്ങനെയാണ് ഇത് ഫുള്ള് കെട്ടിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആ നെറ്റിപ്പട്ടത്തിന് ചുറ്റും വരുന്ന മെഷർമെൻറ്റിൽ ചെയ്തെടുക്കാം. ഇതിനെ ഈ നെറ്റിപ്പട്ടത്തിന് ചുറ്റുമായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് കുഞ്ചലാണ്. അതിന് വേണ്ടി നീളമുള്ള ഒരു കാർഡ് എടുത്തിട്ട് എങ്ങനെയാണോ നേരത്തെ ത്രെഡ് കിട്ടിയത് അതുപോലെ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് ത്രെഡ് കെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ബോൾ ഐസ്ക്രീമിൻ്റെ ക്യാപ്പാണ്. അതെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ത്രെഡ് എടുക്കാതെ തന്നെ കുഞ്ചലം നല്ല വിടർന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് മുകളിൽ ആ സിക്സാഗ് പോലെ ഇരിക്കുന്ന ആ പാർട്ട് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അതും ഇതിൽ കെട്ടിയെടുക്കുന്നുണ്ട്. നമ്മ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും മുകളിൽ എല്ലാ ത്രെഡും കൂടി കെട്ടിടാനുണ്ട്. അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ താഴത്ത് കെട്ടിയിടാം. ഇപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്